ഇതാര് തൃശ്ശൂർ ആര് കൊണ്ടുപോകാൻ ഇപ്പം ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആര് കൊണ്ടുപോകാൻ സാധ്യത? പത്മജ വേണുഗോപാൽ. ആത്മഹത്യ ജയിക്കാൻ സാധ്യതയില്ല. എന്ത് പറ്റി? അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്ന ആൾക്കാരല്ലേ. UDF ജയിക്കാനാണ് സാധ്യത. ചിലപ്പോൾ LDF എടുക്കാം, അല്ലെ രാജമ്പല്ലം എടുക്കാം. ആരേൻ്റെ ആട് ആത്മഹത്യ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. പത്മജയ്ക്കാണ് ചാൻസ് കൂടുതൽ. ആൾക്കാരുടെ പരിചയം നല്ല ലെവൽ കൂടിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ വരികയാണെങ്കിൽ പത്മജയ്ക്കായിരിക്കും വരിക ഇവിടെ. ഇതാര് തൃശ്ശൂർ ആര് കൊണ്ടുപോകാൻ ഇപ്പം ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആര് കൊണ്ടുപോകാൻ സാധ്യത? പത്മജ വേണുഗോപാൽ. എന്താ അങ്ങനെ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് അവർക്കായിരിക്കും കിട്ടുക. ജനകീയത ഉണ്ടെന്നാണോ? അതെ അതെ. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണോ? 4-ാം തീയതി കാണുന്ന 4-ാം തീയതി ത്രികോണ മത്സരമാണോ? ത്രികോണ മത്സരമാണ്. തോക്കുകയാണെങ്കിൽ പിന്നെ പത്മജയ്ക്ക് അവസ്ഥ വളരെ ഗുരുതരമായിരിക്കും. ഗുരുതരമൊന്നുമില്ല. തോക്കുകയാണെങ്കിൽ ഇലക്ഷനിലൊക്കെ തോൽക്കുന്നതുകൊണ്ട്. കരുണാകരന്റെ മകളെന്ന ജനകീയതയാണോ അതോ BJP-ക്കാരെന്ന ജനകീയത? അല്ല, രണ്ടും കൂടിയിട്ട്. ഏത്? BJP-ക്കാരെന്നതും പിന്നെ കരുണാകരന്റെ മകൾ എന്നതും അതാണ് രണ്ട്. അപ്പോൾ കോൺഗ്രസിന് കുറച്ച് വോട്ട് ഇതിലേക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവർക്ക്. ഇവർ പഴയ കോൺഗ്രസിൻ്റെ പ്രവർത്തകരല്ലേ. അതുകൊണ്ടല്ലേ. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ, അതാർക്ക് പോവും? കോൺഗ്രസിനെ പോവുക. രാജമല്ലം ജയിക്കില്ല? ഇല്ല, അത് ഇവിടെ തൃശ്ശൂർ നടക്കില്ല. എന്താ പറ്റി? തൃശ്ശൂർ എന്താ പ്രത്യേകത? തൃശ്ശൂർ കരുണാകരൻ്റെ മകളാണല്ലോ നിൽക്കുന്നത്. കരുണാകരനെ പോലെ നിങ്ങൾ തോൽപ്പിച്ചിട്ടില്ല. ആര്? തൃശ്ശൂരുകാർ. തൃശ്ശൂർക്കാരല്ല തോൽപ്പിച്ചത്, കാലുവാരികളല്ലേ. കാലുവാരി എന്നല്ല പറയുന്നത്. സാധാരണ എല്ലാവരും ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷനിലൊക്കെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. പല ഇലക്ഷനിൽ കരുണാകരൻ്റെ മക്കളും നിൽക്കുമ്പോൾ മാത്രമാണല്ലോ ഇവിടെ തോൽക്കുന്നത്. ബാക്കി എല്ലാവരും ജയിക്കാറുണ്ടല്ലോ. അതിന്റെ പിന്നിൽ വേറെ എന്തോ ആണ്. അതിന്റെ പിന്നിൽ വേറെ എന്തോ ആണ്. കരുണാകരൻ തോറ്റിട്ടുണ്ട് തൃശ്ശൂർ. കരുണാകരൻ തോറ്റിട്ടുണ്ട്, മുരളിയും തോറ്റിട്ടുണ്ട്, പത്മജയും തോറ്റിട്ടുണ്ട്. പക്ഷെ BJP സ്ഥാനാർത്ഥിയായിട്ട് പത്മജ നിൽക്കുമ്പോൾ ജയിച്ചിരിക്കും. കാത്തിരുന്ന് കാണാം. കൃത്യമായിട്ട് പറയാൻ ഞാൻ തൃശ്ശൂർ ഒരു ബേസ്ഡ് ഔട്ട് ആളല്ലാത്തതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാനറിയില്ല. ബട്ട് ഫെയിം വെച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി ഉണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജയിക്കുന്നു. എന്താ കാരണം? എന്താണ്? എന്തോ എൻ്റെ ഒരു അനാലിസിസ് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു 50% താഴെ ഞാൻ കാണുന്നുള്ളൂ. ഈ രാജമ്പല്ലൻ ഇവിടെ 2013 മുതൽ 2015 വരെ മേയറായിരുന്നു. അപ്പോൾ ഒരു മുനിസിപ്പൽ ലെവൽ ലീഡർഷിപ്പിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ലോക്കൽ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും മറ്റവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പുള്ളീനെ കുറച്ചും കൂടി നോൺ ഫേസ് ആയിട്ട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജും പുള്ളിക്ക് കാണുന്നുണ്ട്. ലോക്കൽ ലെവലിൽ ആളുകൾക്ക് പരിചയമാണ് പല കാര്യങ്ങളിലും. പല തൃശ്ശൂരൈറ്റ്സും ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ വെറുതെ പുള്ളിയായിട്ട് പല കാര്യങ്ങൾക്കും. അതുകൊണ്ട് പുള്ളീനെ എല്ലാവർക്കും പരിചയമുണ്ട്. പിന്നെ ആ ഒരു ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ളൊരു അഡ്വാൻറ്റേജും ഉണ്ട്. അതിനപ്പുറം മറ്റ് പുതിയ ആളുകൾക്ക് അറിയില്ല. അല്ല, അത്രയ്ക്ക് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് എൻ്റെ കയ്യിലില്ല. ബട്ട് ബ്രോഡർ അനാലിസിസ് ഇതാണ്. എന്തായാലും വോട്ട് ചെയ്യാൻ പോയില്ലേ നാട്ടിൽ? അത് പറ്റില്ല. എന്തായാലും കാണാം. 4-ാം തീയതി വളരെ നിർണായക ദിവസമാണ്. കേരളത്തിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതെ, തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം പല സ്ഥലങ്ങളിലെയും പല കാൻഡിഡേറ്റ്സിൻ്റെയും ഡിസിഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 3rd അല്ലെങ്കിൽ 4th ലെവലിലുള്ള കോമ്പറ്റീഷൻ കൂടിയാണ്. 1st 2nd മാത്രമല്ല. അതെ. പത്മജ വീണ്ടും തോക്കും. പത്മജയ്ക്ക് ഓപ്പ് പോരാ. മന്ത്രിയുടെ മോളാന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. മുൻ മുഖ്യമന്ത്രിയുടെ മോളെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ജനങ്ങൾക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല. വെറുതെ ഈ കരുണാകരന്റെ മകളാണെന്നുള്ള ഒറ്റ പേരേ ഉള്ളൂ. വേറെ പ്രവർത്തനങ്ങളൊന്നും പത്മജ കാഴ്ചവെച്ചിട്ടില്ല. തൃശ്ശൂർ തന്നെ ഇല്ല ആള്. നിങ്ങളപ്പോൾ രാജമ്പല്ലം ജയിക്കുന്ന? രാജമ്പല്ലം ജയിക്കാൻ സാധ്യത 90%. 10%? 10% പത്മജ ഓപ്പില്ല. പോരാ. അങ്ങനെയാണ് അതിന്റെ സ്ഥിതി. പറഞ്ഞിട്ട് കാര്യമില്ല. സുരേഷ് ഗോപി ഇവിടെ എങ്ങനെയുണ്ട്? നിങ്ങൾ തെരഞ്ഞെടുത്ത MP ആണ് ഈ നാട്. കുഴപ്പമില്ല. പരാജയമാണോ ഗോപി? പരാജയമൊന്നുമല്ല, കുഴപ്പമില്ല ആള്. സുരേഷ് ഗോപി കുഴപ്പമില്ല. സുരേഷ് ഗോപിയോടുള്ള സ്നേഹം പത്മജയ്ക്ക് കിട്ടില്ല. ഇല്ല. അത് പോരാ, പത്മജയ്ക്ക് പോരാ.
2 പ്രാവശ്യം കോൺഗ്രസിൽ നിന്ന് തോറ്റതല്ല ഇവിടെ തന്നെ. അത് കാര്യമില്ല, ജനങ്ങളിലേക്കുള്ളതില്ല, തൃപ്തി പോരാ. അല്ല, ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു വന്നാലൊന്നും പത്മജിക്കൊന്നും കിട്ടില്ല. വോട്ട് പത്മജയിൽ വരില്ല, വരാൻ സാധ്യത കുറവാണ്. കോർപ്പറേഷനൊക്കെ ഇതല്ലേ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോഴും. ഇപ്പോൾ ഒരു ഹോപ്പ് ഉള്ളത് രാജമ്പലിന 90%. ചിലപ്പോൾ LDF എടുക്കാം, അല്ലെ രാജമ്പല്ലം എടുക്കാം. ആരെങ്കിലും ആള് എടുക്കും. പത്മജ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. പത്മജയോട് നിങ്ങൾക്ക് താല്പര്യമില്ല? താല്പര്യമായില്ല, അത് ആള് ബുദ്ധിമുട്ടാണ്. 2 പേര് ആരെങ്കിലും ആള് ജയിക്കും. അല്ല, രാജമ്പല്ലൻ ജയിക്കും, സാധ്യത കൂടുതൽ രാജമ്പല്ലനാണ്. രാജമ്പല്ലാണ് സാധ്യത കൂടുതൽ എല്ലാവരും പറയണത് കേട്ടാ. അല്ല, എന്തായാലും നിങ്ങളൊരു വിലയിരുത്തല്ലേ? നമ്മുടെ എല്ലാത്തിലും ആള് തന്നെയാണ് ചാൻസ് കൂടുതൽ. എന്താ രാജമ്പല്ലനെ പക്ഷെ ആർക്കും അറിയില്ല, പുതിയ വോട്ടർമാർക്കൊന്നും പരിചയമില്ലാത്തൊരു മുഖാണെന്നും പറയുന്നുണ്ട്. ആളെ അവിടെ മുന്നേ ഇറക്കില്ലായിരുന്നു, ആളെ അറിയാത്തവരാരില്ല. എന്താണ് ആ നേതാവിന്റെ ഗുണം? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേലായിരിക്കുന്ന കാലത്തൊക്കെ ആള് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയുള്ള അറിവുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ പറഞ്ഞതാണ്, മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള ഒരു അനുഭവത്തിൽ പറയുന്നതാണ്. UDF ജയിക്കാനാണ് സാധ്യത. രാജമ്പല്ലൻ? അതെ. എന്താ കാരണം? കാരണം അങ്ങനല്ല, ഇപ്പോൾ തന്നെ 10 വർഷം അടുപ്പിച്ചായല്ലോ LDF. അതായത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നതാണ്. ഭരണവിരുദ്ധ വികാരമല്ല, എന്നാലും ആളുകളൊന്ന് മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 3 പേരാണല്ലോ, പത്മജ വേണുഗോപാൽ, രാജമ്പല്ലൻ, അലങ്ങോട് ലീലാകൃഷ്ണൻ. 3 കാൻഡിഡേറ്റാണ് തൃശ്ശൂരുള്ളത്. അപ്പോൾ പത്മജ വേണുഗോപാലൻ ഇവിടെ 2 വട്ടം തോറ്റിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വീണ്ടും തോൽക്കുന്നാണ് പറയുന്നത്. അതെ, തോക്കാൻ സാധ്യതയുണ്ടോ? ഈ രാജമ്പല്ലന് ഒരു ജനകീയത ആളുകൾക്കിടയിലുണ്ടോ? അതായത് ആൾ ഫെമിലിയർ ഫേസ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളുണ്ടോ? ആളുകൾക്ക് അറിയോ ആളെ? രാജമ്പല്ലൻ പൊതുവെ ജനങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. പിന്നെ തിരഞ്ഞെടുപ്പല്ലേ, ആളുകൾ എങ്ങനെ ചിന്തിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നുള്ളൂ. സാധ്യത രാജമ്പല്ലൻ തന്നെയാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാവശ്യത്തെ നിലപാടിൽ ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി എല്ലാം ഇപ്പോൾ ഒരു 3 ഇതിൽ നിൽക്കണം മറ്റൊരു. അതിൻ്റെ വലിയ പ്രാവശ്യം ഒന്നും പറയാൻ പറ്റാത്ത ഇതുണ്ട്. എന്നാലും പത്മജ വേണുഗോപാലനുണ്ട്, മെയിനായിട്ട് പത്മജയും രാജമ്പല്ലനുമാണ്. പത്മജ ജയിക്കാൻ സാധ്യതയില്ല. എന്ത് പറ്റി? ഇല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാരല്ലേ. ഒന്നിൽ നിന്നാൽ മാത്രമല്ലേ ജനങ്ങൾക്കും വിശ്വാസം ഉണ്ടാവുള്ളൂ. ഇത് ഒരു 5 കൊല്ലം അങ്ങോട്ട് പോകും, പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പോകും. അതും ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ മകള്. അതേസമയത്ത് മുരളീധരൻ പോയിട്ടില്ല ഇതുവരെക്കും. കരുണാകരൻ്റെ ഒരു സ്നേഹമൊന്നും പത്മജയോട് കാണിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അല്ല, പക്ഷെ എന്നാലും മകൾ ഇത് കണ്ട പ്രവർത്തിച്ച ആളല്ലേ. അല്ല, നിങ്ങൾ പക്ഷെ ഇവിടെ കോൺഗ്രസിൽ നിന്നിട്ട് തോൽപ്പിച്ചു കളഞ്ഞല്ലോ കൃഷി. അത് 4 സ്ഥലത്ത് തോൽപ്പിച്ചല്ല, അത് കാരണം ആരെയും തോൽപ്പിച്ചിട്ടുണ്ട്. അതുണ്ട്. കാരണം ആരെയും 1-2 സ്ഥലത്ത് പിന്നീന്നും കുത്തി മുന്നീന്നും കുത്തിയിട്ടുണ്ട്. രാജമ്പല്ലനെ രക്ഷപ്പെടുള്ളൂ. അതും വലിയ രക്ഷപ്പെടുള്ളൂ. സാധ്യത നല്ല നേതാവാണോ? ഒന്ന് പറയണ്ട്, നമുക്കറിയില്ല. കൈപ്പങ്ങലം ഇതിൽ തരും, നിയോജകമണ്ഡലത്തിൽ തരും. അവിടെ നാസർ ജയിക്കാനും സാധ്യത. നാസർ നാസർ ജയിക്കാനും സാധ്യത. ജയിക്കില്ല, സാധ്യത കുറവാണ്. അന്തുറ്റി തൃശ്ശൂർ സുരേഷ് ഗോപിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ജനങ്ങൾ മടുത്തു. ആരെ? സുരേഷ് ഗോപിയോ? ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾക്ക് മനസ്സിലായോ? സുരേഷ് ഗോപിയുടെ വെറും അഭ്യാസമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. സുരേഷ് ഗോപി വെറും അഭ്യാസമായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു. പത്മജൻ ജയിക്കാൻ വഴിയില്ല. പത്മജ ജയിക്കാൻ വഴിയില്ല. രാജമ്പല്ലനായിരിക്കും സാധ്യത അല്ലേ? സാധ്യത കുറവില്ല. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പത്മജയ്ക്ക് വെട്ടിപ്പൊട്ടിക്കാൻ. പത്മജയ്ക്ക് സാധ്യത കുറവാണ്. അത്രേ ഉള്ളൂ. അല്ലേ, രാജമ്പല്ലൻ ഒരു നേതാവെന്ന നിലയിൽ ടൗണിലൊക്കെ നല്ല, തൃശ്ശൂരൊക്കെ നല്ല അറിയപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് നേരത്തെ മേയറൊക്കെ ആയിരുന്നു. സാധ്യതയുണ്ട്, സാധ്യതയില്ലായില്ല. പത്മജ ജയിക്കുന്നാണോ പറയുന്നത്? പത്മജയ്ക്കാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ജയിക്കാൻ സാധ്യതയുള്ളതും പത്മജയാണ്. ബാക്കിയുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഫേമസ് ആയിട്ടില്ല. പല്ലൻ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ബാക്കിയുള്ള ആലങ്കോടിനായിക്കോട്ടെ, പുള്ളിക്കാരധികം ഫേമസ് അല്ല. ഇവിടെ പാർട്ടിക്കാരുടെ ഇടയിൽ മാത്രമായിട്ടുള്ള ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഈ തൃശ്ശൂർ ഇപ്പോൾ
ലാസ്റ്റ് ടൈമിൽ സുരേഷ് ഗോപി ജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക ഒരു ആൾക്കാരുടെ പരിചയം നല്ല ലെവൽ കൂടിയുണ്ട്. അതെ. അത് ഏറ്റവും കൂടുതൽ വരികയാണെങ്കിൽ പത്മജയ്ക്കായിരിക്കും വരിക ഇവിടെ അല്ലേ? അതെ. ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പല്ലൻ നല്ലൊരു നേതാവാണ്. പല്ലൻ നല്ല നേതാവാണല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ ഗുരുവായൂർ കേസുകൾ പറഞ്ഞൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ടൊക്കെ ചിലപ്പോൾ പല്ലൻ ചാൻസ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് നിയമസഭ. അതെ, കാരണം ഓൾറെഡി BJP യോടെ ജയിച്ചതാണ് മറ്റേ MP സ്ഥാനത്തേക്ക്. അപ്പോൾ ഓൾറെഡി ത്രികോണം എന്ന് തന്നെ കറക്റ്റായിട്ട് പറയാം. ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. കരുണാകരൻ്റെ മകളാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് ഇത്തവണയെങ്കിലും പത്മജ കാണിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ നാണക്കേടായിരിക്കും. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു മാൻ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലല്ല പുള്ളിക്കാർ നിൽക്കുന്നത്. അല്ലാതെ അച്ഛൻ്റെ ഒരു ബലത്തിൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിക്കാർ ഒരു സ്ട്രോങ് ലീഡറാണ്. അപ്പോൾ അതിനായിട്ടുള്ളൊരു എന്താ പറയുക ജയം അർഹിക്കുന്നുണ്ട്. പത്മജയ്ക്ക് സാധ്യതയുണ്ടോ? പത്മജ വേണുഗോപാൽ ഒരു തോക്കും. കൂടുതലും സാധ്യത രാജൻ പല്ലനാണ്. രാജൻ പല്ലനാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പല്ലനൊരു നേതാവെന്ന നിലയിൽ ഈ തൃശ്ശൂർക്കാർക്കൊക്കെ ഉണ്ടാവും. ഞാൻ തൃശ്ശൂർ തന്നെ, ഞാൻ ഇത്തിരി വിട്ട് നിൽക്കണം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല മൈൻഡ്. എന്നാലും പൊതുവെ ഒരു വർത്തമാനം എങ്ങനെയാണ്? പൊതുവെ ഇവിടെ ഇടതുപക്ഷത്തിന് നല്ലൊരു ചാൻസ് ഉള്ള സ്ഥലമാണ് ഈ തൃശ്ശൂർ. പിന്നെ ബാക്കിയൊന്നും എനിക്കറിയില്ല. ബാക്കിയൊക്കെ രാജമ്പലനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ മേയറൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് മുന്നത്ത്. കഴിവ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ആളുകൾക്ക് അധികം പരിചയമില്ലാത്ത ആളാണ് രാജമ്പലൻ അല്ലേ? രാജമ്പലം പരിചയമൊക്കെ ഉണ്ട്. തൃശ്ശൂർ ടൗണിലുള്ളവർക്കൊക്കെ പരിചയം ഉണ്ടാവും. പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും പരിചയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അത് ചിലപ്പം വോട്ടായി മാറാൻ സാധ്യതയില്ല ആ കാരണത്താൽ. ഒന്നൊന്നും പറയാൻ പറ്റൂല. അത് എങ്ങനെയാണ് വോട്ടായി മാറുകയെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില്ലേ ഗോപാലകൃഷ്ണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, അയാൾക്കും ഇവിടെ അയാൾ ഇവിടുത്തെ ആളല്ലെങ്കിലും അയാളെ പറ്റി കുറേ ആൾക്കാർക്ക് അറിയാം. ഇത്തിരി വിവരമുള്ളവർക്കൊക്കെ അറിയാം. അല്ലാത്തവർ ചിന്തിക്കാത്തവർക്ക് അറിയില്ല. ആലങ്കോട് ജയിക്കുന്നാണ് പറയുന്നത്. ആലങ്കോടിനാണ് സാധ്യത. ജയിക്കുമെന്നല്ല പറയുന്നത്, സാധ്യത. ബാലേന്ദ്രൻ അയാൾ ഏറ്റവും ജസ്റ്റ് ടൈമിലാണ് ജയിച്ചു വന്നത് ആ ഇലക്ഷൻ്റെ ഇതിൽ. ഇതേപോലെയാണ് ഇപ്പോൾ ഇയാൾ ഇപ്പോഴത്തെ തോന്നുന്നു ലീലാകൃഷ്ണൻ. അയാളിപ്പോൾ എന്തുണ്ടാവോ? അയാൾ പത്മജയോട് താല്പര്യമില്ല. ഇല്ല, പത്മജയുടെ കാര്യത്തിൽ ഒന്നാമത് തന്നെ പത്മജ ഈ ഇലക്ഷനിൽ രാഷ്ട്രീയത്തിൽ അവർ വിജയിക്കില്ല. അതൊരു ശാപം പോലെ ആയിട്ടുണ്ട്. അതല്ല ഇപ്പം ഇത്ര നാളായിട്ട് കാണുന്നത്. മറ്റുള്ളവരിൽ ആരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഈ ഇതിനോട് വലിയ താല്പര്യമില്ല രാഷ്ട്രീയത്തിൽ. രാജൻ പല്ലൻ എങ്ങനെ? രാജൻ പല്ലൻ കുഴപ്പമുള്ള ആളൊന്നുമല്ല. അയാൾ കൂടെ എല്ലാവരും അറിയപ്പെടുന്ന ആളല്ല. അയാൾ അറിയപ്പെടുന്ന ആൾ. മറ്റാളെങ്ങനെ ഈ തൃശ്ശൂർക്കാർക്ക് പരിചയമില്ല. ഈ ആലങ്കോടിന് സംഭവം 10-25 കൊല്ലം മുമ്പ് അയാൾ സാഹിത്യത്തിലൊക്കെ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം അത് ആർക്കറിയാം? എനിക്ക് പോലും ഇപ്പോൾ അയാളെ ഓർമ്മയില്ല. അന്ന് കാലത്തൊക്കെ അയാൾ കൂടെ ധാരാളം ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. തൃശ്ശൂർക്കാർക്ക് പത്മജയെ വേണ്ട. അത് വേണ്ട, അത് ഉറപ്പാണ്. പക്ഷെ സുരേഷ് ഗോപി തൃശ്ശൂർക്കാർ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ റിസൾട്ടിൽ കണ്ടില്ലേ? കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ അയാൾക്കല്ലേ കിട്ടിയത്. അതുകൊണ്ടല്ലേ അയാൾ ജയിച്ച. അല്ലെങ്കിൽ അയാൾ ജയിക്കൂ? കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്കല്ലേ വന്നേ. അവർ ജയിക്കേണ്ടതിന് പകരം അയാളെ ജയിപ്പിച്ചു. അതന്നെ. അതിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് വോട്ട് പത്മജയ്ക്ക് പോവില്ല. അത് ചെയ്യില്ല. പത്മജ അതിനുള്ള ഒരു തൻ്റെ ഒരു മിടുക്കുന്ന രാഷ്ട്രീയത്തിലില്ല. സ്ത്രീക്ക് ഉണ്ടാവില്ല. ഇതോടുകൂടി അവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്ന എനിക്ക് തോന്നണം. അതാണ് നല്ലത് അവർക്ക്. രാജൻ പല്ലൻ എന്താ? രാജൻ പല്ലൻ പത്മജ വേണു ജയിക്കില്ല. എന്താ കാരണം? ഇവിടെ BJPക്ക് അത്ര സ്വാധീനമില്ല. സുരേഷ് ഗോപി ജയിച്ചില്ലേ? സുരേഷ് ഗോപി ജയിച്ചല്ലോ. സുരേഷ് ഗോപിനെ അവർ സഹായിച്ചതല്ലേ? കമ്മ്യൂണിസ്റ്റുകാർ സഹായിച്ചതല്ലേ? അന്ന് സഹായിച്ചതല്ലേ? അന്ന് അതിൻ്റെ പേരിൽ സഹായിച്ച അത്രേ ഉള്ളൂ.
രാജംപല്ലൻ എന്തുകൊണ്ടാണ് നല്ല സ്ഥാനാർത്ഥിയാവുന്നത്? രാജംപല്ലൻ നല്ല സ്ഥാനാർത്ഥിയല്ലേ? കാരണം സ്ഥാനാർത്ഥി എന്താ കാരണം? കാരണം എന്താ വെച്ചാൽ അയാളെ പ്രവർത്തിയൊക്കെ ഡീസൻ്റാ. പത്മജയോ? മറ്റേ BJP ആയി കാരണം കടക്കില്ല. BJP ആയി കാരണം കടക്കില്ല. കാത്തിരിക്കി. എന്തായാലും സുരേഷ് ഗോപിയോട് നിങ്ങൾക്ക് താല്പര്യമില്ല? അല്ല, ഞാൻ ഒരു പാർട്ടിയിലും ഇതല്ല, പൊതുവെ ഒരു വിലയിരുത്തൽ പറഞ്ഞതാ. ഒരു പാർട്ടിയിലും ഇതല്ല. BJP കൊണ്ടുപോയല്ലോ തൃശ്ശൂർ MP സ്ഥാനം. അതിപ്പോൾ ഇപ്പോഴത്തെ ഇതിലേക്ക് BJPക്ക് സ്വാധീനം കുറവാണ്. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളൊന്നും പൊതുജനങ്ങൾക്ക് ഏതാണ്ട് പിടികിട്ടി. അപ്പോൾ വോട്ട് മറക്കലും ഇതൊക്കെ നടന്നെങ്കിലും കാത്തിരിക്കണം. 4 വരെ കാത്തിരിക്കും. 4-ാം തീയതി അടുത്ത ദിവസമാണ്. 4-ാം തീയതി സ്ഥലത്ത് അറിയാം. അടുത്ത ദിവസമാണ് ഈ മെയ് 4-ന് അതെ, ഒരു സ്ഥലത്ത് അറിയാം. അപ്പോൾ അറിയാം കാര്യങ്ങൾ. അതിനു മുമ്പ് ജനങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അത് അപ്പം തീരുമാനിക്കും അവർ.